അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ല നിങ്ങൾ സംസാരിക്കേണ്ട. നിങ്ങൾ കോടതിയുടെ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു മിനിറ്റ്, നിങ്ങൾ കോടതിയിൽ നിന്ന് ഉദ്യോഗസ്ഥനാണോ? ജുഡീഷ്യസിൽ സംസാരിക്കണം. എനിക്ക് നിങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ഒരു കത്ത് തരാനുണ്ട്. ഒരു മിനിറ്റ്. ഞങ്ങൾ ജയിക്കും, ഇതിലും ജയിക്കും, ഈ എം എൽ എ ജയിക്കും. അപ്പൊ ടെൻഷൻ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ പോരാട്ടം ഇനിയും തുടരും. നാടും നഗരവും തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. സ്ഥാനാർത്ഥികളാണെങ്കിൽ വോട്ട് പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. പക്ഷേ LDFന്റെ സ്ഥാനാർത്ഥി PV ശ്രീനിധനാകട്ടെ ഈ പാരിയത്തുകാവിൽ, അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ കുടിയൊഴിപ്പിക്കാൻ കുറച്ച് സമയങ്ങൾക്കകം അഡ്വക്കേറ്റ് കമ്മീഷൻ വരുമെന്നാണ് അറിയിച്ചത്. അതിനെ തുടർന്ന് അദ്ദേഹം മണിക്കൂറുകളായി ഈ കാണുന്ന പാരിയത്തുകാവിലെ ജനങ്ങൾക്കൊപ്പമാണ്. പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കാൻ വീണ്ടും ആളുകൾ വരാൻ പോവാന്ന് കേൾക്കുന്നു. എങ്ങനെയാണ് അതിന് നോക്കി കാണുന്നത്? ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങി മാറൂല, ശക്തമായിട്ട് പ്രതികരിക്കും. ഞങ്ങള് കാരണന്മാര് ജീവിച്ച മണ്ണാണ്, ഞങ്ങൾ ഇറങ്ങി കൊടുക്കൂല. അഥവാ ഞങ്ങൾ ഇറങ്ങണേ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. അതാണ്, അല്ലാതെ ഞങ്ങൾക്കൊരു വഴിയില്ല, വേറെ ഞങ്ങൾക്കൊരു കിടപ്പാടോ ഇല്ല. ഞങ്ങള് പണിയെടുത്തിടത്തോളം ഒക്കെ ഇവിടെ സമ്പാദിച്ച് ഞങ്ങൾ വീടുള്ള കടവും വരെ മേടിച്ച് ഞങ്ങൾ വീടും ഒക്കെ പണിത് ഇനി ഞങ്ങൾ എവിടേക്ക് പോകാൻ ഞങ്ങളോട് പറയണേ? ഈ സുഖമില്ലാത്ത ആൾക്കാരുണ്ട്, കാല് വയ്യാത്തവരുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, ഹാർട്ട് അറ്റാക്ക് ഉള്ളവരുണ്ട്. അവരൊക്കെ കൊണ്ട് ഞങ്ങൾ എവിടേക്ക് പോകാനാണ് പറയണേ? ഞങ്ങൾക്ക് ഒരു സെന്റ് ഭൂമി പോലും ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ തെരുവിൽ ഇറക്കിയിട്ട് ഞങ്ങൾ കുഞ്ഞു മക്കളായിട്ട് ഞങ്ങൾ എവിടെ പോകും? 100ഓളം പേരുണ്ടെന്നോ? 100ഓളം പേരുണ്ട്. ഞങ്ങള് 100-150 പിള്ളേരുണ്ട്, അവര് കൊച്ചു മക്കളുണ്ട്. അങ്ങനെ ഞങ്ങള് കുടുംബമായിട്ട് ഞങ്ങളിവിടെ ജീവിച്ചു വരുന്ന കുടുംബമാണ്. ഇപ്പൊ ഞങ്ങളോട് ഇപ്പൊ ഇറങ്ങി പോകാൻ പറഞ്ഞാല് പോകാൻ ഒരു വഴിയില്ല. ആത്മഹത്യ അല്ലാതെ ഞങ്ങൾക്ക് ഒരു വഴി കാണുന്നില്ല. MLA ഇപ്പൊ നേരിട്ട് ഇടപെട്ട് ഇപ്പൊ ഇത്രത്തോളം പിടിച്ചു നിൽക്കുന്നത്. ഇത്തവണ അദ്ദേഹം സ്ഥാനാർത്ഥിയോട് മത്സരിക്കുകയാണ്. അദ്ദേഹം വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇത്ര നാള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇനി വരുമെന്ന് പ്രതീക്ഷിക്കണം. സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിനെ പറ്റി എങ്ങനെ നോക്കി കാണുന്നത്? ഞങ്ങൾ ജയിക്കും, ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് ഞങ്ങൾ നോക്കി കാണും. MLA കൊപ്പാണ് ഞങ്ങൾ ജയിക്കും, ഇതിലും ജയിക്കും, ഈ എം എൽ എ ജയിക്കും. ജയിക്കാണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അമ്പലം പതിയും ഒക്കെ ഉള്ള ഇതൊക്കെ പൊളിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോണേ? ഞങ്ങൾ ശക്തമായിട്ട് തന്നെ രംഗത്തുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും എന്തെല്ലാം വന്നാലും ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് MLA ഉണ്ട്. ഇപ്പൊ ഇനി MLA ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും പേടിക്കാനുമില്ല. ഞങ്ങളുടെ MLA ഞങ്ങൾ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം. ഞങ്ങൾക്ക് തന്നെ ഒരു 10-60 വോട്ട് ഞങ്ങളുടെ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് അപ്പൊ എന്തായാലും അറിയാം ഞങ്ങൾ MLA ജയിക്കും എന്നുള്ളത്. ഞങ്ങൾക്ക് MLA ഞങ്ങളുടെ കൂടെ തന്നെ MLA ഉണ്ട്. എങ്ങനെയാ നോക്കി കാണുന്നത്? ഞങ്ങളെല്ലാവരും ഈ വീട് കെട്ടിപ്പൊക്കണവരെയും ഞങ്ങൾക്ക് സ്റ്റേയോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. ഈ വീട് കണ്ടാൽ അറിയാം, ഞങ്ങൾ പണിത് എല്ലാ കാര്യങ്ങളും കാശ് ഉൾപ്പെടെ എല്ലാം ഇവിടെ തന്നെ മുടക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ അല്ലാതെ ഇപ്പം ലാസ്റ്റ് ഇപ്പൊ ഒരു 10-21 പ്രാവശ്യം അവര് വന്നു. ഞങ്ങളെല്ലാവരും ശക്തമായിട്ട് തന്നെ എതിർത്തിട്ടുണ്ട്. MLAയും പാർട്ടിക്കാരും ഇവിടെ ഭരണസമിതി എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ നിലവിലെ ഒരു വക്കീല് കൂടിയായിട്ടുള്ള ഒരു MLA നിങ്ങൾക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം. അതാണ് ഞങ്ങളുടെ ധൈര്യവും. ഞങ്ങളുടെ വക്കീലാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ എല്ലാ കാര്യങ്ങളും അറിയാം. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ നിൽക്കണത്. MLA ഉണ്ടെന്നുള്ള ഒരു നല്ല ഇതിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. നിയമം അറിയാവുന്ന ഒരാള് MLA ആയിട്ട് വലിയ ഗുണമായി. രാവിലെ തന്നെ MLA ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ടാവും, സമരത്തിനൊപ്പം തന്നെ ഉണ്ടാവും, ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും. പുള്ളി ഞങ്ങളോട് എപ്പോഴും ഉണ്ട്. പുള്ളി ഉള്ളതുകൊണ്ടാണ്, MLA ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നാളിങ്ങനെ പിടിച്ചിരുന്നത്. ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു ഇത്തരം കുടിയൊഴിപ്പിക്കാനായിട്ട് ഒരാൾ വരുമ്പോൾ നിയമം പറഞ്ഞ് അവരെ ഓടിക്കുന്ന ഒരു MLA ജനങ്ങൾ കാണുന്നത്. കാരണം നമ്മുടെ ഭാഗത്ത് നീതി ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ പുള്ളി നിന്നത് നമ്മുടെ കൂടെ. അപ്പൊ ഇനി അങ്ങോട്ട് തന്നെ ഉണ്ടാവും തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കോട്ടിട്ട് ഒരു വക്കീലിനെ കിട്ടിയത് നന്നായല്ലേ? ഒരുപാട് പാർട്ടികൾ ഉണ്ടെങ്കിലും CPM മാത്രമാണല്ലോ നിങ്ങൾക്ക് ആദ്യം മുതൽ CPM മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോഴും അവർ തന്നെ അതൊറ്റ ബലമാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. വേറെ ഈ ഏകദേശം ഒരു 100ഓളം പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. മാധ്യമങ്ങളിലൊക്കെ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. എന്നിട്ട് പോലും ഇവിടെ ഈ സമരം ചെയ്യാനായിട്ട് CPM പോലുള്ള ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിൽ സംസാരിക്കാൻ MLA പോലുള്ള, അതായത് ശ്രീനിധനെ പോലുള്ള ആളുകൾ മാത്രമേ കാണുന്നു. CPM മാത്രമേ ഉള്ളൂ. പിന്നെ MLA വിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹരിജനങ്ങൾ മാത്രമേ ഇവിടെ നിലവിലുള്ളൂ. ഓക്കെ, ഇതിന്റെ ബാക്കിലൊക്കെ ഒരുപാട് കൃഷിയൊക്കെ കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ കൃഷി അടക്കം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഉപജീവനമാർഗം മുഴുവനും ഇവിടെയാണല്ലേ? ഇഞ്ചി, മഞ്ഞള്, വാഴ, കപ്പ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പശുണ്ട്. പൊതുവേ ഒരു ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നമുക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു പിന്നെ ബുദ്ധിമുട്ടില്ലേ? അതെ.
ശരിക്കും പറഞ്ഞപ്പോ നമ്മുടെ എംഎൽഎ ഇടപെട്ടിട്ട് കുറെ നാളൊക്കെ ഒന്ന് ഒതുങ്ങി കുറഞ്ഞത്. കാരണം ഉള്ള രേഖകളൊക്കെ നോക്കി പരിശോധിച്ച് നമ്മുടെ കളക്ടറേറ്റ് വിളിച്ച് സംസാരിച്ചപ്പോഴും ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് അവർക്ക് പട്ടയമില്ലാന്ന് അവര് കളക്ടറേറ്റിൽ സമ്മതിച്ചാണ്. 2025 ജനുവരി 14 ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ട് കളക്ടറേറ്റിൽ. അന്ന് അവര് സമ്മതിച്ചാണ്. പക്ഷെ എന്നിട്ടും ഇവിടെ ഇവര് അളക്കെന്നും പറഞ്ഞു വന്നിട്ട് അന്ന് കാണിച്ച പ്രകസനം ഇവിടുത്തെ ചാനലിലെല്ലാം കണ്ടാണ്. കല്ലിട്ടതൊക്കെ അളന്നിട്ടില്ല. കാരണം പെരിയാർ വാലിയുടെ പുറമ്പോക്കുണ്ട്, അതുപോലും രേഖകളില്ലാതെയാണ് അവർ അളന്നു പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തത്. അളന്നിട്ടില്ല ഓൾറെഡി, അതെല്ലാരും കണ്ടാണ്. എന്നിട്ട് അളന്നു പറഞ്ഞ റിപ്പോർട്ട് കൊടുത്ത് അത് നമ്മൾ കളക്ടറേറ്റിൽ കളക്ടർ ചോദ്യം ചെയ്തതാണ്. അപ്പൊ പിന്നെ അറിയാലോ എന്തൊരു കള്ളത്തരമാണെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ഇത് ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് ഇറക്കിയിരുന്നു. ഏത് സംവിധാനം ഉപയോഗിച്ച് ഇത് ഒഴിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ അന്ന് ഇന്നും പറയുന്നത് നമ്മൾ ഒഴിപ്പിക്കുന്നതിനെതിരല്ല, പക്ഷെ മറിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ പാലിക്കുവാൻ അഡ്വക്കേറ്റ് കമ്മീഷൻ തയ്യാറാവണമെന്നാണ് നമ്മളുടെ ആവശ്യം. അപ്പോ ഇന്നിപ്പോ സർവേയർ അടക്കമുള്ള ആളുകൾ വരുമ്പോൾ നമ്മളതാണ് ഉന്നയിക്കാനിരുന്നത്. നിലവിൽ തെരഞ്ഞെടുപ്പാണല്ലോ, ഇനി അധികം ദിവസങ്ങളില്ല. ഒത്തിരി സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ പോലും താങ്കൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാകണം. അപ്പൊ മറ്റുള്ളവര് എന്ത് വന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല, മറിച്ച് ഈ 8 കുടുംബങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളാണ്. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യര്, നമ്മൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക, അല്ലാണ്ട് CPM-കാർ മാത്രമല്ല, എല്ലാ പാർട്ടിയിലും പെടുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ വിഷയത്തില് ജനകീയമായിട്ട് ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ MLA അവരുടെ കൂടെ ഉണ്ട് എന്ന് അവർക്കൊരു ബോധ്യപ്പെടലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വരികയും ആവശ്യമായ ഞങ്ങളിപ്പോ നിയമപരമായിട്ട് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്ന എന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കും. ഏതായാലും ഇന്ന് ഇപ്പോ ഹൈക്കോടതി തന്നെ ഇത് കേസ് മാറ്റിവെച്ച സ്ഥിതിക്ക് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ വീണ്ടും പിരിയുകയാണ്. ഇനി കോടതിയുടെ പുതിയ ഉത്തരവ് വരുമ്പോൾ അതിനെ നിയമപരമായിട്ട് തന്നെ നേരിടും.